പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ അടിവയറിന്റെ ഏകദേശം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുറിക്കുകയാണ് അല്ലേ? ഇത് നമ്മുടെ സ്കിന്നിന്, നമ്മൾ ഔട്ടർ സ്കിന്നിന് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഈ 3 ലെയേഴ്സും കട്ട് ചെയ്യണം. ഈ 3 ലെയേഴ്സും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് ഫേഷ്യ ഉണ്ടാവുക. ഈ ഫേഷ്യ കട്ട് ചെയ്യണം. ഈ ഫേഷ്യ കഴിഞ്ഞാലാണ് മസിൽസ് ഉണ്ടാവുക, അബ്ഡോമിനൽ മസിൽസ്. ആ മസിൽസും കട്ട് ചെയ്യണം. ആ മസിൽസും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് യൂട്രസ്, ഗർഭപാത്രം എന്ന് പറയുന്ന അവയവത്തിലേക്ക് എത്തുന്നത്. അതും കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കിടന്നിരുന്ന, നമ്മുടെ കുഞ്ഞു മക്കൾ കിടന്നിരുന്ന അമ്നിയോട്ടിക് സാക്കിൽ എത്തുന്നുള്ളൂ. ആ സാക്കും കട്ട് ചെയ്തിട്ടാണ് ഈ കുഞ്ഞിന് പുറത്തേക്ക് എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേദനയില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ അങ്ങനെ ഇരിക്കണ്? പറയാൻ പറ്റൂല, തീർച്ചയായും. ഇത് പുറത്തെടുത്താ പോരാ, തുന്നി ചേർക്കാൻ വേണം അല്ലേ? ഈ ഓരോ ലെയേഴ്സും തിരിച്ച് തുന്നി സർജിക്കൽ റൂമിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ICUയിലേക്ക് മാറ്റി കഴിയുമ്പോ ഏകദേശം 15 മിനിറ്റ് കൂടെ നമുക്ക് വേദന അറിയില്ല. അത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ നമ്മൾ ആരും ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല. ഒരു ഉമ്മയും ഇതിന് കണക്ക് ബോധിപ്പിച്ചിട്ടില്ല.